ദുഷ്പ്രഭു പുലയാടി മക്കൾ പാർക്കും ഈ പുര കിടുത്തി വീഴട്ടെ. ഈ പുലയാടി മക്കൾ എന്ന് നമ്മൾ ഞാനിപ്പോ വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇതിനകത്ത് ഒരാൾ മാത്രമല്ല, ഇതുമായി ബന്ധമുള്ള മുഴുവൻ ആളുകളും ഇതിനകത്ത് പെടുമെന്നുള്ളത് കൊണ്ടാണ്. ദുഷ്പ്രഭു പുലയാടി മക്കൾ പാർക്കും ഈ പുര കിടുത്തി വീഴട്ടെ. ഈ പറയുന്ന സംഭവം പറയുമ്പോ ഇത് ഇവിടെയാണ് നമ്മൾ തിരിച്ചാലോചിക്കുന്നത്. ഇതേ വൈലോപ്പള്ളിയാണ് ഇത്. ചോര തുടിക്കും ചെറുകൈയൂടെ പേറുക വന്നീ പന്തങ്ങൾ, ചോര തുടിക്കും ചെറുകൈയൂടെ പേറുക വന്നീ പന്തങ്ങൾ. എടോ, ഏത് പന്തമാണ് ഈ പുതിയ തലമുറക്ക് ഈ പറയുന്ന പരമ സാമൂഹ്യ വിരുദ്ധനായിരിക്കുന്ന ഈ മുഖ്യമന്ത്രി പൊതുജനത്തിന് കൈമാറി കൊടുത്തത്? യൂത്തിന് കൈമാറി കൊടുത്തത് എന്താണ്? SFI കൈമാറി കൊടുത്തത് എന്താണ്? മുഴുവൻ മനുഷ്യരുടെയും അയാൾ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെയും ഉറക്കം കെടുത്താൻ ബോധപൂർവം തീരുമാനിച്ചിരിക്കുന്ന ഒരാളാണ് അയാൾ. കാരണം അയാൾക്കും അയാളുടെ കുടുംബത്തിനും മാത്രമേ സർവൈവ് ചെയ്യേണ്ടതുള്ളൂ. ഇവിടെ ഇപ്പൊ നിങ്ങൾ പറയുന്ന ഈ പറയുന്ന പിന്നെ ഷാജൻ സ്കറിയ, മറുഭാഗത്ത് വരുന്ന നന്ദകുമാർ, അതുപോലെ അങ്ങേപ്പുറത്ത് വരുന്ന KM ഷാജഹാൻ, ഇങ്ങനെ വരുന്ന ചില അവർ മാത്രമാണ് ഇയാളുടെ ഉറക്കം കെടുത്താൻ ശ്രമിക്കുന്നുവെന്ന് ഇയാൾ ധരിക്കുന്നത്. ശരിക്കും സത്യത്തിൽ കേരളത്തിനകത്തെ പൊതുസമൂഹത്തിലെ മൊത്തം ആളുകൾ എന്ന് പറഞ്ഞാൽ ഇയാൾ ഉറങ്ങരുത്, ഇയാളുടെ കുടുംബം ഇനി ഉറങ്ങരുത് എന്ന് വിചാരിക്കുന്നവരാണ്. കാരണം അവരുടെ ഉറക്കമാണ് ഇയാൾ കെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിലേറ്റവും ഭീകരവും ഭയാനകവുമായിരിക്കുന്ന ഒരു സംഭവം ശരിക്ക് ഒരു 90 വയസ്സ് പ്രായമുള്ള അച്ഛൻ അമ്മ അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ വന്നിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്നിട്ട്, സൈബർ പോലീസിന്റെ ഉദ്യോഗസ്ഥൻ വന്നിട്ട് കസ്റ്റഡി എടുത്തിട്ട് കൊണ്ടുപോവുകയാണ്. ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത് എടുത്താന്ന് പറഞ്ഞാൽ എന്റെ ഈ പാണ്ഡ്യാല ഗോപാൽ എന്ന് പറഞ്ഞ എന്റെ ഈ തറവാട് എന്നൊരു വാക്ക് തന്നെ തെറ്റാണ്. എന്റെ ഈ ഒരു പഴയ വീട്ടിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. എന്റെ ഈ വീട്ടിനകത്ത് പോലീസ് കയറിയതുപോലെ ഈ പറയുന്ന എന്താ പറയാ മലബാർ മേഖലയിൽ ഒരു വീട്ടിനകത്ത് പോലീസ് കയറിയിട്ടുണ്ടാവില്ല. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ എന്റെ അച്ഛൻ എന്ന് പറയുന്ന ആൾ ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം അതിന്റെ ഘട്ടമായി വരുന്ന ഒരാൾ നിലക്ക് വന്നതാണ്. അവസാന ഘട്ടത്തിൽ എന്റെ ദൃഷ്ടിയിൽ ഞാൻ കാണുന്ന പാണ്ഡ്യാലയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സാധനം ഞാൻ കാണുന്ന അടിയന്തരാവസ്ഥ കാലത്താണ്. രാത്രിയിൽ വന്ന് വീട് വളയുന്നു, പുലർച്ചെ വന്നിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഈ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ പോലും കുപ്പായ വിടാതെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന രീതി ഈ പോലീസ് കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ ഈ പറയുന്ന വലിയ ബടായി വിടുന്ന ഈ വിദ്വാനുണ്ടല്ലോ, ഈ കേരളം കണ്ട ഏറ്റവും ഞാൻ ഉപയോഗിക്കുന്ന വാക്കാണ് ഏറ്റവും തെമ്മാടിയായിരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. ഈ തെമ്മാടി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാല് മറ്റു വാക്കിയാൾക്ക് ഭൂഷണമല്ല എന്നുള്ളതുകൊണ്ടാണ്. മറ്റു വാക്കിയാൾക്ക് ഭൂഷണമല്ല. ജനാധിപത്യ വിരുദ്ധം എന്നുള്ള വാക്കൊന്നും ഇയാൾക്ക് പറ്റില്ലത്. അതെല്ലാം സംസ്കൃത മനുഷ്യനോട് ഉപയോഗിക്കുന്ന വാക്കാണ്. ഈ പറയുന്ന സംസ്കൃതമായ ഭാഷ, അതായത് സംസ്കരിക്കപ്പെട്ട ഭാഷ ഉപയോഗിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് ഒരു പൊതുമനസ്സിനെ ഒരാൾ ക്രമീകരിച്ചു കഴിഞ്ഞാൽ അത്തരം ക്രമീകരണങ്ങളിലൂടെ മാത്രമേ അയാളോട് തിരിച്ചു സംസാരിക്കാൻ കഴിയുന്നതാണ്. ഇത്രയും തെമ്മാടിത്തമുള്ള ഒരാൾക്ക് മാത്രമല്ല ആർക്കാണ് ഇങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് പറയാൻ കഴിയുക? ഇതെന്തുകൊണ്ടാണ് പറയുന്നത്? ഇതാണ് ചോദ്യം. ഇത് പറയുന്നത് എന്താണെന്ന്, ഇയാളും ഇയാളുടെ മകൾ വീണാ വിജയനുമെതിരായി നിരന്തരമായി വസ്തുതാപരമായിരിക്കുന്ന കാര്യങ്ങൾ ടേബിൾ ചെയ്തിട്ടാണ് ഈ ഷാജൻ സ്കറിയ ഓൺലൈനകത്ത് ഈ സാധനം അവതരിപ്പിക്കുന്നത്. ഇത് കൗണ്ടർ ചെയ്യാൻ അയാളുടെ കയ്യിൽ വേറെ ഒരു വസ്തുതകളുമില്ല. ഇതില്ലാതാകുമ്പോ ഏതോ ഒരു എന്താ പറയാ എന്താണെന്ന് വിശദീകരിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു കുറ്റം ചാർത്തി അതിനകത്ത് ജാമ്യമില്ലാത്ത വകുപ്പ് ചാർത്തി എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ഉപയോഗിക്കാവുന്ന ടൂളായി മാത്രമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഈ ഉപയോഗിച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി ഓർമ്മിക്കേണ്ട ഒരു സാധനമുണ്ട്. 2026 ഇലക്ഷനാണ്. ഈ ഇലക്ഷനിൽ ഇന്ന് കാണുന്നു എന്ന് പറയുന്ന നാടകത്തിന്റെ ഭാഗമായി ഇവർക്ക് വീണ്ടും തുടർച്ചയുണ്ടാകുമെന്ന് ധരിച്ചു പോയിരിക്കുന്ന വിഡ്ഢികളായിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരായിരിക്കും ഇവരെല്ലാം. സ്വാഭാവികമായും ഇവരെല്ലാം ഇവരുടെ സർവീസ് കാലയളവിനകത്ത് ഇത്ര കൃത്യവും ഭംഗിയായി പൂർത്തീകരിക്കാമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹചിന്തയുണ്ടെങ്കിൽ ആ ആഗ്രഹചിന്തയ്ക്ക് വിരുദ്ധമായി വരാവുന്ന ഒരു ജനാധിപത്യ രീതി കേരളത്തിനകത്ത് 2026 തിരഞ്ഞെടുപ്പിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവരുടെ ഒരു ചിത്രം എന്നുള്ളതാണ് നമ്മൾ അന്നേരം ആലോചിക്കേണ്ടത്. ഇനി നമ്മൾ തിരിച്ച് ആലോചിക്കാം. ഇത്തരം ഒരു സംഗതികൾ മുഴുവൻ തന്നെ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുക. ഈ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് വൈലോപ്പള്ളിയുടെ ഗംഭീരമായ കവിതയുണ്ട്. ആ കവിതക്കകത്ത് വൈലോപ്പള്ളി പറഞ്ഞാൽ ദുഷ്പ്രഭു പുലയാടി മക്കൾ
ദുഷ്പ്രഭു പുലയാടി മക്കൾ പാർക്കും ഈ പുര കിടുത്തി വീഴട്ടെ. ഈ പുലയാടി മക്കൾ എന്ന് നമ്മൾ ഞാനിപ്പോ വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇതിനകത്ത് ഒരാൾ മാത്രമല്ല, ഇതുമായി ബന്ധമുള്ള മുഴുവൻ ആളുകളും ഇതിനകത്ത് പെടുമെന്നുള്ളത് കൊണ്ടാണ്. ദുഷ്പ്രഭു പുലയാടി മക്കൾ പാർക്കും ഈ പുര കിടുത്തി വീഴട്ടെ. ഈ പറയുന്ന സംഭവം പറയുമ്പോ ഇത് ഇവിടെയാണ് നമ്മൾ തിരിച്ചാലോചിക്കുന്നത്. ഇതേ വൈലോപ്പള്ളിയാണ് ഇത് ചോര തുടിക്കും ചെറുകൈയൂടെ പേറുക വന്നീ പന്തങ്ങൾ, ചോര തുടിക്കും ചെറുകൈയൂടെ പേറുക വന്നീ പന്തങ്ങൾ. എടോ, ഏത് പന്തമാണ് ഈ പുതിയ തലമുറയ്ക്ക് ഈ പറയുന്ന പരമ സാമൂഹ്യ വിരുദ്ധനായിരിക്കുന്ന ഈ മുഖ്യമന്ത്രി പൊതുജനത്തിന് കൈമാറി കൊടുത്തത്? യൂത്തിന് കൈമാറി കൊടുത്തത് എന്താണ്? SFI കൈമാറി കൊടുത്തത് എന്താണ്? കൈമാറി കൊടുത്തതിന്റെ ചിത്രമാണ് ഈ പോലീസുകാരെ കൊണ്ട് ഒരു ഉറുപ്പൊക്കെ കൊള്ളാത്ത പോലീസ് ഉദ്യോഗസ്ഥൻ നാട്ടുകാരുടെ കാശ് കൊണ്ട് ഇതിനകത്ത് ട്രെയിനിങ് നടത്തി ഉദ്യോഗസ്ഥനായവനായി ഇവനല്ലോ, അല്ലേ? ഈ ഉദ്യോഗസ്ഥനായിരിക്കുന്നവരാണ് എന്ത് ചെയ്തോ? നീതിയുടെ ശബ്ദത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരാളുടെ കണ്ഠം ജരിക്കാൻ, വസ്ത്രം ധരിക്കാൻ പോലും അനുവദിക്കാത്ത രീതിയിൽ ഒരു സംഭവം ചെയ്യുക. എത്ര ക്രൂരവും എത്ര ഹീനവുമാണത്. ഇവനാണ് എന്ത് പറയുന്നറിയോ? ഞാൻ അടിയന്തരാവസ്ഥയിൽ എന്ത് നേരിട്ടോടോ ഇയാൾ? അടിയന്തരാവസ്ഥയിൽ എന്ത് നേരിട്ട് ഇയാൾ? എന്താ ഇയാൾ നേരിട്ടിന്? കാലിന് കൊടുത്ത് കിട്ടിയിരിക്കുന്ന അടിയായിക്ക് വേറെ ഒരു അടി ഇയാൾ കിട്ടിയില്ല. അത് ഞാൻ ഒരു തവണ ഒരു ചാനലിൽ ഞാൻ പറഞ്ഞാണ്. അത് അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ചവിട്ടിയപ്പോൾ കിട്ടിയിരിക്കുന്ന അടിയാണത്. വേറെ ഒരു അടി ഇയാൾ കിട്ടിയില്ല. ഇയാൾ ശരീരത്തിൽ എവിടെയാണ് പരിക്കുള്ളത്? എവിടെയാണ് ഇയാൾക്ക് പരിക്കുള്ളത്? ആ പരിക്കിന്റെ പേര് പറഞ്ഞിട്ടാണ് ഇയാൾ ജീവിതത്തിൽ ഈ പറയുന്ന ഇപ്പൊ എന്താ ചെയ്തുള്ളത് അറിയില്ല. ഇപ്പോഴും അയാൾ ചെയ്യുന്നുണ്ടാവും. ഈ പറയുന്നതിന്റെ ഭാഗമായാണ് കിറ്റക്സ് ലുങ്കിക്കാരന്റെ അവന്റെ സാബുവിന്റെ ആ വീട്ടിലായിരുന്നു ഇയാൾ ഓരോ തവണയും പോയിട്ട് ചികിത്സ നടത്തിയിരുന്നത്. ഓസിനടിച്ചാണ് അവിടുന്ന്. അവസാനം എന്ത് ചെയ്താൽ ഈ കിറ്റക് സാബുവിന് വേണ്ടിയിട്ട് പാല വെച്ചു കൊടുത്തു. അതിന്റെ ഫലമാണെന്ത്? ഈ കിറ്റക് സാബു അവിടുന്ന് അയാൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു വലിയ സംരംഭം തെലങ്കാനയിലേക്ക് പോയത്. ഇങ്ങനെ ഏത് ഘട്ടത്തിൽ പോലും തനിക്ക് മാത്രം ജീവിക്കാനും തന്റെ കുടുംബത്തിന് മാത്രം ജീവിക്കാനും ഉണ്ടാകുന്ന ഒരവസ്ഥ ക്രിയേറ്റ് ചെയ്യുന്ന ഒരാൾ എങ്ങനെയാണോ ഒരു സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്? എങ്ങനെയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തത്? ഈ ചെയ്യുന്ന സന്ദർഭത്തിലാണ് സത്യത്തിൽ നമ്മളത് ചെയ്യുന്നത്. നമ്മൾ ആലോചിക്കേണ്ടത് ആരെന്നറിയാം? ഈ ഷാജൻ സ്കറിയ ചെയ്യുകയും എഴുതുകയും പറയുകയും ചെയ്യുന്നത് എന്താണ്? പൊതുജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണ്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം വേറെ തിരിച്ചു പറയാം. ഞാനീ പറയുന്ന ഈ ഷാജിയുടെ കൈയുടെ 2 കൈയുടെയും 10 വിരലുകൾ അടിച്ചു പൊട്ടിച്ചു കളിച്ചാണ്. 10 വിരലും അടിച്ചു പൊട്ടിച്ചു കളിച്ചാണ്. ജീവിതത്തിൽ എനിക്ക് ഇപ്പോഴും എന്താ പറഞ്ഞാൽ പേന എടുത്തിട്ട് ഞാൻ വിചാരിക്കുന്ന എനിക്ക് എഴുതാൻ കഴിയില്ല. ഈ 10 വിരൽ അടിച്ചു പൊട്ടിക്കുന്ന സമയത്ത് ഗുണ്ടകൾ അടിച്ചു പൊട്ടിച്ചാണ്. ഗുണ്ടകൾ ഇതുപോലെ ആരും നിലവാരമില്ലാത്ത എന്താ പറയാ, എന്റെ ബായിൽ വേറെ ഭാഷയാ വരിക. ഈറ്റുകൾ ഈ സാധനം ചെയ്ത്, അതായത് നമ്മുടെ ദോശ എടുക്കുന്നവരെ പുറം ഭാഗവും തിരിച്ചും. കണ്ണൂരിന്റെ രാഷ്ട്രീയത്തിൽ ഗുണ്ടായിസം, അക്രമ രാഷ്ട്രീയം, കൊലപാതകം വളർത്തിയതിൽ മുഖ്യ ആള് എന്ന് പറയുന്നത് ഇദ്ദേഹം തന്നെയാണോ? അല്ല, വേറൊരാളില്ല. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം പറഞ്ഞ ജീവിതത്തിൽ ഒരിക്കൽ പോലും സത്യസന്ധമായ ഒരു കാര്യം ജീവിതത്തിൽ ഇന്നേ അഥവാ അയാൾ സത്യസന്ധമായ സാധനം ചെയ്തിട്ടൊക്കെ എന്താ പറയാ, അത് കളവാണ് അയാൾ ചെയ്തത്. സത്യസന്ധമായ ഒരു കാര്യം ചെയ്ത് അത് കളവാണ്. പക്ഷേ ഈ സത്യസന്ധമായ സാധനം കളവിലൂടെ ചെയ്തു കഴിഞ്ഞാൽ അത് പിടിക്കപ്പെടും. ഒരു 25-30 വർഷക്കാലത്തേക്ക് പ്ലാൻ ചെയ്തിട്ടാണ് അയാൾ ഓരോ കാര്യവും അയാൾ ആസൂത്രണം ചെയ്തത്. ഈ ആസൂത്രണത്തിന്റെ ഭാഗമായി നടക്കുന്ന സംഗതിയുടെ ഭാഗമായാണ് ഈ കേരളത്തിലെ പോലീസ് സംവിധാനത്തെ ഇയാൾ ഇത്ര ഹീനമായി, ഇത്ര വൃത്തികെട്ട രീതിയിൽ ഇയാൾ മാറ്റി നിർത്തുന്നത്. അതിന്റെ ദുരന്തമാണ് ഈ സാധനം. ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്താ? ഇവിടെയാണ് ഈ പറഞ്ഞ ഷാജൻ സ്കറിയ ഒരു സാധനം എഴുതുമ്പോ ഈ പറഞ്ഞ എന്റെ കൈ അടിച്ചു പൊടിച്ചല്ലോ. ഈ അടിച്ചു പൊടിക്കുന്നത് എന്നോട് പറഞ്ഞ സാധനം എന്താ? ഈ അടിച്ചു പൊടിക്കുന്നത് അത് എഴുതാൻ അറിയാത്തവനാണ്. അടിച്ചവന്റെ ഓരോ ആളെ എന്തെങ്കിലും ഇപ്പോഴും അറിയാം. അത് ചിലവൻ ചത്തുപോയി, അത് വേറെ വിഷയം. ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ പറയുന്ന ഇങ്ങനെ ഒരു കത്തെഴുതുവന്ന് ഞാൻ പരസ്യമായി പബ്ലിക് മീറ്റിംഗിനകത്ത് പ്രസംഗിക്കുന്ന ഒരാൾക്ക് എന്തിനാണ് ഞാൻ ഇയാൾക്കെതിരെ ഭീഷണി എന്ന് പറഞ്ഞൊരു സാധനം എഴുതേണ്ട സാധനം വരക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഇല്ലാത്തൊരു സാധനം ഉണ്ടെന്ന് പറഞ്ഞ് നാട്ടുകാരെ ഭയപ്പെടുത്താനും ഇയാൾക്ക് എതിരായി നിൽക്കുന്നു പോകുന്ന ഇയാൾക്ക് തോന്നിയിരിക്കുന്ന ആളുകളെ ചെറുക്കാനുമായി കത്തെടുത്തതിൽ ഏറ്റവും വലിയ വിരുദ്ധനും കൂടിയായിരുന്നു ഈ പറയുന്ന ഈ കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞാൻ പറയുന്നതാണത്. കത്തെഴുതുക, എന്നിട്ട് ആളെ പറ്റിക്കുക. ഇതേപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നറിയോ? ഈ പറയുന്ന ഷാജൻ സ്കറിയയെ അറസ്റ്റ് ചെയ്യാൻ കണ്ടെത്തിയിരിക്കുന്ന ന്യായമെന്താ? വസ്തുതാപരമായിരിക്കുന്ന ഒരു കേസ് ഇന്നതാണ് നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുന്നത് എന്ന് പറയാൻ പോലും പറ്റിയിട്ടില്ല. എന്നിട്ടും അത് മാത്രമോ, അവിടെ പോയിട്ട് FIR രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അതിന്റെ ക്രൈം നമ്പർ തെറ്റിപ്പോയി. ഇത് ഇങ്ങനെയാണ്, ഇത് ഇന്നതല്ല നമ്പർ എന്ന് ആര് പറയാന്ന് ഷാജൻ സ്കറിയ ഈ എഴുതിയിരിക്കുന്ന ആരോട് പറയാണ്. ആരോടോ ഇവരൊക്കെ റൈറ്ററാക്കിയിട്ട് അവിടെ വെച്ചിട്ടുള്ളത്? ആരാണ് റൈറ്ററാക്കി വെച്ചിട്ടുള്ളത്? അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു ചിത്രം ഉണ്ടാക്കി തീർത്തിട്ട് നാട് ഭരിക്കുക എന്ന് പറയുന്ന അർത്ഥം എന്താണ്? ഒറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ.
തന്റെ ഒരു ഞാൻ വിചാരിക്കുന്ന രീതിയിലേക്ക് ഒരു സംഭവത്തെ ക്രമീകരിച്ചു കൊണ്ടുപോകുക എന്നത് മാത്രമാണ്. അപ്പൊ ഇത്തരമൊരു ക്രമീകരണം ഉണ്ടാക്കിയാല് പിന്നെ സൊസൈറ്റിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളൊരു ചോദ്യം. അപ്പൊ അത്തരമൊരു ചോദ്യത്തിന്റെ മേലെ മാത്രമാണ് വാസ്തവത്തിൽ ഈ സാധനം വരുന്നത്. ഇനി ഞാൻ ഇതിനകത്ത് വേറൊരു സാധനം പറയാം. ഇത്തരമൊരു സാധനം വരുന്ന സമയത്ത് ഇയാൾക്കൊരു പുനരാലോചനയുടെ വിഷയം തന്റെ സാധ്യതകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ സാധ്യതകൾ ഇയാൾ കാണിക്കേണ്ടത് എവിടെയായിരുന്നു? TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടപ്പോഴായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്, അല്ലേ? ആ TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടപ്പോ പത്രക്കാരിയോട് ചോദിക്കണു, ഈ ഒരു അവസ്ഥയെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? അത് ഓരോ ആളുടെ മാനസികാവസ്ഥയുടെ ഭാഗമാണ്. ഇവിടെ ഇത്ര ഇത്ര ക്രിമിനലായ ഒരാൾ ഈ കേരളത്തിനകത്ത് ഇന്നേ വരെ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇന്നേ വരെ ഒരാൾ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടോ? ഇത്രയും വൃത്തികെട്ടിരിക്കും, ഇത്രയും ഫ്രാങ്കൻസ്റ്റൈൻ ആയിരിക്കുന്ന, അതായത് ഇയാൾ ഫ്രാങ്കൻസ്റ്റൈൻ ആണ് ശരിക്കും. ഇത്രയും ഫ്രാങ്കൻസ്റ്റൈൻ ആയിരിക്കുന്ന ഒരാള് ഈ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുക. അങ്ങനെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ ആളാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന വാർത്തകൾ ഗംഭീരമായിരിക്കുന്ന വിഷയത്തിന്റെ മുകളിലാണല്ലോ, സത്യസന്ധമായിരിക്കുന്ന വിഷയത്തിന്റെ മുകളിലാണല്ലോ ഇപ്പൊ ഈ ഷാജിദ് സ്കറിയെ ബുദ്ധിമുട്ടിച്ചു എന്ന് പറയുന്ന സംഭവം, അല്ലേ? തിരിച്ച് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ പറയുന്ന ഭൂമിക്കകത്ത് പിന്നെ വരിക്കാരുടെ എണ്ണം കൂടുന്തോറും വായനക്കാരുടെ എണ്ണം കുറയുന്ന ഏക പ്രതിഭാസം ഏതാണ് എന്ന് പിന്നെ ഗൗതമിന് അറിയാമോ? ഏതാണത്? അതായത് വായനക്കാരുടെ എണ്ണം കൂടുന്തോറും വരിക്കാരുടെ എണ്ണം കൂടുന്തോറും വായനക്കാരുടെ എണ്ണം കുറയുന്ന പ്രതിഭാസം അത് ദേശാഭിമാനിയാ. ഈ ദേശാഭിമാനിക്ക് വരുന്ന സാധനം മുഴുവൻ ഇയാളും കിങ്കരന്മാരുമായിരിക്കുന്ന ആളുകളിരിക്കുന്ന മുഴുവൻ നുണയുമല്ലാതെ എന്ത് സാധനം അതിനകത്തുള്ളത്? എന്ത് സാധനമാണ് ഉള്ളത്? ഇവരാണോ ഈ പറയുന്ന മാധ്യമ പ്രവർത്തകർ നാട്ടുകാരോട് പറയുന്നത്? അല്ലെങ്കിൽ അക്ഷരമെടുത്ത് പേനയെടുത്ത് എഴുതാൻ അറിയുന്നവരോട് പറയുന്നത്? ആണോ? അപ്പൊ ഇതാണ് വാസ്തവത്തിൽ. ഇതെന്താന്ന് പറഞ്ഞാൽ ഒരു പിന്നെ തിരിച്ച് നമ്മൾ എടുക്കുക. പിന്നെ പൻസാരെ കൊല്ലപ്പെട്ടു, ഗൗരി ലങ്കേഷ് കൊല്ലപ്പെട്ടു, ഈ ഗൗരി ലങ്കേഷ് കൊല്ലപ്പെടുന്നു, പൻസാരെ കൊല്ലപ്പെടുന്നു, കൽബുർഗി കൊല്ലപ്പെടുന്നു. ഈ കൊല്ലപ്പെടുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് കൊണ്ട് ബടായി വിട്ടിരിക്കുന്ന വാചകമാണ് ചെയ്യിക്കുന്നത്. ഈ യൂസേഴ്സിന്റെ എത്ര സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും? ദേശാഭിമാനിക്കകത്ത് നീർന്നു കിടക്കുന്നുണ്ടാവും, ഇപ്പോഴും ഉണ്ടാവില്ലേ? ഇതെന്തേ ഈ ഷാജിദ് സ്കറിക്ക് ബാധകമല്ലേ? ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞത് എന്താണ്? തന്റെ അടുക്കളയിൽ പറയേണ്ട സാധനമാണോ? ആണോ? അക്ഷരം എന്ന് പറയുന്നത് നമ്മുടെ ദേശാഭിമാനി ബാലസംഘത്തിന്റെ ആളായിട്ട് വന്നതാണ് ഞാൻ. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം വിശ്വസിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരാൾ ഇങ്ങനെ വഴിതെറ്റിപ്പോയി? അല്ലെന്ന് അത് നിങ്ങൾ ബേസിക് ആയി മനസ്സിലാക്കേണ്ട വിഷയം എന്നറിയാം. ഇയാളൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, ഒരു വസ്തു. ഇതുകൊണ്ടാണ് ഇവന്റെ ഈ പറയുന്ന ഈ ചങ്കായി പാർട്ടി കൊണ്ട് കീറി ചാടിയ ആളാണ് എന്റെ അച്ഛൻ. അറിയങ്ങള് അരയാക്കന്റെ അച്ചുവാട്ടനാണ് ഇയാൾക്ക് പാർട്ടി മെമ്പർഷിപ്പ് പിന്നീട് കൊടുത്ത്. അരയാക്കന്റെ അതും വ്യാജമായി കൊടുത്ത പാർട്ടി മെമ്പർഷിപ്പാണ്. വെറുതെ അല്ലാത്, ഞാൻ വെറുതെ പറയുന്നതല്ലത്. നിങ്ങൾ ആരോടും ചോദിക്കോ? അരയാക്കന്റെ അച്ചുവാട്ടാണ് പാർട്ടി അലഗോപാലം പാർട്ടി മെമ്പർഷിപ്പ് ഇവന്റെ പാർട്ടി മെമ്പർഷിപ്പ് കീറി ചാടിയതാണ്. അച്ഛൻ കീറി ചാടിയതാണ്. എന്റെ അച്ഛൻ കീറി ചാടിയതാണ്. പിന്നെ എന്റെ അച്ഛൻ തന്നെയാണ് എന്റെ അച്ഛനാ. പിണറായി യോഗ്യനല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി. പിണറായി യോഗ്യനല്ല എന്ന് പറഞ്ഞ് പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഇവന്റെ പാർട്ടി മെമ്പർഷിപ്പ് ഇവർ പിണറായി പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ടോ നിങ്ങൾ ചോദിച്ചു നോക്കിയാട്ടെ. ആരോടും ചോദിച്ചോ? നിങ്ങള് ഷാജി പറയുന്നതല്ലോ. നിങ്ങൾ ആരോടും ചോദിച്ചോ ഇവർ പാർട്ടി മെമ്പർഷിപ്പ് പിണറായിലുണ്ടോ? ഈ അരയാക്കന്റെ ചുവാട്ടനാണ് ഇയാൾക്ക് പാർട്ടി മെമ്പർഷിപ്പ് കൊടുത്തത്. അതും എങ്ങനെയാ? ബ്രണ്ണൻ കോളേജിനകത്ത് പാർട്ടിയുടെ ഫ്രാക്ഷൻ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശരിയല്ലാത്ത സാധനം. കളവ് ഞാൻ പറയില്ല, ശരിയല്ലാത്തൊരു സാധനം. അത് അയാളോട് പോയിട്ട് അദ്ദേഹത്തോട് പോയി പിന്നെ അരയാക്കന്റെ ചുറ്റുപാട്ടനോട് പോയി പറഞ്ഞതിന്റെ പേരിൽ അരയാക്കന്റെ ചുറ്റുപാട്ടൻ പറയും എന്നാ ശരി ഇതിനകത്ത് റെഡിയാക്കി തരാന്ന് പറയും. അപ്പൊ അന്ന് ഈ പറയുന്ന നിലവാരമുള്ള ആളുകൾ തമ്മിൽ ഉണ്ടായിരിക്കുന്ന ഒരു വ്യക്തിബന്ധങ്ങൾ ഉണ്ടാവും. പാർട്ടിയുടെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ആൾക്കാരായാൽ പോലും അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ പണ്ടിയാലെ ഞാനതങ്ങനെ അങ്ങനെ ചെയ്തിട്ട് പറഞ്ഞു. പിന്നെ ഒന്നും വിട്ട് അത് വിട്ടേച്ചു. അങ്ങനെ ഈ പിണറായിലുള്ള വടക്കുംപാട് കാളിയിൽ നടന്നിരിക്കുന്ന താലൂക്ക് സമ്മേളനത്തിൽ വെച്ചാണ് ഇയാൾക്ക് പാർട്ടി മെമ്പർഷിപ്പ് പുനഃസ്ഥാപിച്ചു കിട്ടുന്നത്. ഇതല്ലേ ചരിത്ര വസ്തു? ഇതല്ലേ ഈ പറയുന്ന അന്ന് കീറിച്ചാടിയിരിക്കുന്ന പാർട്ടി മെമ്പർഷിപ്പിന്റെ കൂടെ പിന്നെ അതേ പാണ്ഡ്യാലഗോപാൽ തന്നെയാണ് ഏതോ ഒരു ഗതികെട്ട കാലത്തെന്ന് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ ചങ്ങായിന്റെ ഈ കേരളത്തിൽ ഈ കൂത്തുറപ്പെന്ന് ഇയാൾ MLA ആക്കുന്നത്. അല്ലെങ്കിൽ ഇയാളല്ല എന്റെ അച്ഛനാ വാഴയുടെ മത്സരിക്കേണ്ടത്. അത് AKG ഈ വീട്ടിൽ വന്ന് ആവശ്യപ്പെട്ടതാണ്. അന്ന് പാണ്ഡ്യാലയാണ് പറഞ്ഞത് പിന്നെ ഇയാളാവട്ടെ എന്ന് പറഞ്ഞു, വിജയനെ ആക്കുമെന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ പറയുന്നത് അതല്ലേ പറഞ്ഞത്. ഈ അധികാരം എന്ന് പറയുന്ന ഒരു സംഭവം ഒരാൾക്ക് നൽകിക്കഴിഞ്ഞാൽ പോലും അല്ലെങ്കിൽ ഒരാൾക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ പോലും അത് എത്ര ഗുണപരമായി ഉപയോഗിക്കണമെന്നും പ്രയോഗിക്കണമെന്നതിന്റെ സ്ഥാനത്ത് അയാൾ എത്തിയത് എവിടെയാണെന്ന് പറഞ്ഞാൽ അത് എത്ര പ്രതിരോധകരമായി തനിക്ക് മാത്രമായി മാറ്റണമെന്നുള്ളതാണ്.
അതിന്റെ ഭാഗവും കൂടിയാണ് ഈ പറയുന്ന എല്ലാ അട്രോസിറ്റീസും പിന്നീട് വരുന്നത്. ഹിറ്റ്ലറിന്റെ അതേ മനോഭാവമാണ് ഇദ്ദേഹത്തിനും. ഏറ്റവും അതായത് ഫ്രാങ്കൻസ്റ്റൈൻ, അതിനേക്കാൾ അപ്പുറത്ത് വരുന്ന ഇയാളെ വിളിക്കാൻ വേറൊന്നുമില്ല. കേരള ഫ്രാങ്കൻസ്റ്റൈൻ എന്ന് വിളിക്കണം ഇയാളെ. ഈ കേരള ഫ്രാങ്കൻസ്റ്റൈൻ ആയിരിക്കുന്ന ആളാണ് എന്ത് ചെയ്യുന്നത്? നാട്ടിൽ ജനാധിപത്യത്തെ കുറിച്ച് സംസാരിക്കുന്നത്. ഏത് ജനാധിപത്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്? എന്ത് ജനാധിപത്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്? അപ്പൊ ഈ ഒരു ചിത്രത്തിനകത്ത് നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ പറയുന്ന ഈ ഷാജൻ സ്കറിയുടെ ഈ വിഷയത്തെ നമ്മൾ ശരിക്കും വിലയിരുത്തേണ്ടത്. അവിടെ യഥാർത്ഥത്തിൽ സംഗതി എന്താണെന്ന് പറഞ്ഞാല് അയാൾ തീരുമാനിക്കുന്ന ഒരു അവസ്ഥയും അതിന് ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറെ പാർശ്വവർത്തികളായിരിക്കുന്ന ഒരു നട്ടൽ എന്ന് പറയുന്ന സാധനം ഇല്ലാത്ത മനുഷ്യന്മാരാണ് അവരെല്ലാം. നട്ടലില്ല, അതുകൊണ്ട് തന്നെ അവർക്ക് ഐഡന്റിറ്റിയുമില്ല. ഇവരെല്ലാം വിളിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ വാസ്തവത്തിന് മറ്റു വേറെ മലയാള ഭാഷയിലാണ് ഈ പറയുന്ന ഇവന്റെ ശിൽബന്തികളെ മുഴുവൻ വിളിക്കേണ്ടത്. അത് വിളിക്കുന്നത് നമ്മൾ ഈ ഒരു ചാനലിൽ പറയുന്നത് ശരി, ഒരു എന്താ പറയാ, ഇതിനകത്ത് പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ് ആ വാക്യ പ്രയോഗിക്കാത്തത്. അല്ലാതെ എന്ത് ക്വാളിറ്റിയാണ് വാസ്തവത്തിൽ ഇയാൾക്കല്ല പൂസബോധത്തോട് ഇയാൾക്ക് സംസാരിക്കാനുള്ളത്? എന്താ സംസാരിക്കാനുള്ളത്? ഈ പറയുന്ന അതായത് ഷാജൻ സ്കറിയ എന്ന് പറയുന്ന ആള് ആ വാർത്ത പറയുന്ന സമയത്ത് അത് മുഴുവൻ തന്നെ എന്താ പൊതുസമൂഹത്തിലെ ഏറ്റവും ഇന്നവിറ്റബിൾ ആയിരിക്കുന്ന സംഭവങ്ങളെ, ഏറ്റവും അനിവാര്യമായ സംഭവങ്ങളെ, അഥവാ മറ്റ് പരമ്പരാഗത ചാനലുകളോ മുഖ്യധാരാ മാധ്യമങ്ങളോ മുഖ്യധാരാ പത്രങ്ങളോ പോലും പുറത്തുവിടാൻ ഭയപ്പെടുകയോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമല്ലാതിരിക്കുകയോ ചെയ്യുന്ന വാർത്തകൾ, ആ അപ്രിയങ്ങളായിരിക്കുന്ന വാർത്തകളാണ് മുഴുവൻ തന്നെ ഇവർ പുറത്തുവിട്ടിരുന്നത്. അതുകൊണ്ടാണ് അതിന് ഏറ്റവും വലിയ വ്യൂവേഴ്സ് ഉണ്ടായിത്തീരുന്നത്. ഇപ്പൊ ക്രൈം നന്ദകുമാർ ചെയ്യുന്ന സംഭവം ഇത് തന്നെയാണ്. ഇങ്ങനെ അതുപോലെ കെ എം ഷാജഹാൻ ഇങ്ങനെ ചെയ്യുന്നവരുടെ ഒരു അവസ്ഥയെ ബഹുമാനിക്കാനെങ്കിലും നിങ്ങളുടെ ഉള്ളു പഠിക്കണ്ടേ? അതിന് പകരം എന്താ വെച്ചാൽ അത്തരത്തിലുണ്ടായിരിക്കുന്ന വിമതാഭിപ്രായങ്ങളെ, ഭിന്നാഭിപ്രായ കുറിപ്പുകളെ, വിയോജിപ്പുകളെ, സത്യസന്ധതകളെ അത് മുഴുവൻ തന്നെ എന്ത് ചെയ്യാതെ ഇല്ലാതാക്കി കളിയാം. ഇത് ഇല്ലാതാക്കുക നിങ്ങൾ അന്നേരാണ് നിങ്ങൾ വാസ്തവത്തിൽ സുധാകരേട്ടൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് കണ്ണൂരിലെ ഒരു പാർട്ടി, എല്ലാ സ്ഥലത്തും പാർട്ടി ഗ്രാമം, അവിടെ ഒരാൾക്ക് പോലും കയറി ചെല്ലാൻ വേണ്ടി സാധിക്കില്ലായിരുന്നു. അതെ, പാർട്ടിക്ക് എവിടെയാ കയറാൻ പറ്റുക? ഞാനും പറയാം, ഈ പിണറായി എന്ന് പറഞ്ഞ പാർട്ടി ഗ്രാമത്തിനകത്ത് CMP ഉണ്ടാക്കിയ ഒരാളല്ലേ ഞാൻ. അതിന്റെ ഫലയിലെ ഞാനീ അനുഭവിച്ചത്. അതിന്റെ ഫലയിൽ എന്റെ കൈയും കാലും മുഴുവൻ അടിച്ചു കുറിച്ചത്. അല്ല, അപ്പം വിമത ശബ്ദത്തെ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് എങ്ങനെ രൂപപ്പെട്ടു എന്നുള്ളതാണ് പിണറായിയുടെ മനസ്സിനകത്ത്. അത് അവിടെയാണ്, അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ പറയാന്ന്, പിണറായി എന്ന് പറഞ്ഞ ഗ്രാമം ഒരിക്കലും വിമത ശബ്ദമില്ലാതിരുന്ന ഗ്രാമമല്ല, വിമത ശബ്ദം ഉണ്ടായിരുന്ന ഗ്രാമമാണ്. ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു, ഏറ്റവും കൂടുതൽ സോഷ്യലിസ്റ്റുകാരുണ്ടായിരുന്നു, ഏറ്റവും കൂടുതൽ ഇന്ത്യൻ മുസ്ലിം ലീഗിന്റെ ആൾക്കാരുണ്ടായിരുന്നു, ഏറ്റവും കൂടുതൽ മറ്റ് എതിരഭിപ്രായങ്ങൾ ഉണ്ടായിരുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഇവരെല്ലാം തന്നെ കൂടിച്ചേർന്നിരിക്കുന്ന ഏറ്റവും ഗംഭീരവും ഉജ്ജ്വലവും പ്രൗഢവുമായ ജനാധിപത്യബോധമുള്ള ഒരു ഗ്രാമത്തെ ഈ പറയുന്ന പരമ യൂസ്ലെസിന്റെ കൂടെ അയാളുടെ പേര് കൂടെ കൂട്ടിച്ചേർത്തിട്ട് അയാൾ ചെയ്തത് എന്താ പറയാ, അതിനെത്ര മാത്രം ആന്റി ഡെമോക്രാക്കി മാറ്റാമെന്ന് ആലോചിക്കുക. ഈ ആലോചിക്കാവുന്ന ഘട്ടത്തിന്റെ ഒരു സന്ദർഭം വന്നപ്പോഴാണ് ഇവന്റെ പാർട്ടി മോർച്ച പാണ്ഡ്യാരഗോപാലൻ കീർച്ചാടിയത്. അങ്ങനെയല്ല ഒരു ഗ്രാമം എന്നുള്ളതാണ്. അങ്ങനെയല്ല ഒരു ഗ്രാമം. ഒരു പൂന്തോട്ടത്തിനകത്ത് ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടാവൂലേ? ഈ ജനാധിപത്യപരമായിരിക്കുന്ന അഭിപ്രായങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരുടെ ഒരു സമൂഹമാണ് വാസ്തവത്തിൽ ഒരു ലോകം എന്ന് പറയുന്നത്. ശരിക്കും അത്തരമൊരു ലോകമല്ല ഞാൻ പറയുന്നത് മാത്രം കേട്ടാൽ ഇതുകൊണ്ടാണല്ല ഈ പറയുന്ന ആൾ പറയുന്ന സാധനങ്ങൾ മുഴുവൻ തന്നെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കണമെന്ന് നിങ്ങൾ നിരന്തരമായി ആവർത്തിക്കുന്നത്. അത് നിങ്ങൾക്ക് പറ്റാതാവുമ്പോ പാർട്ടിയെ കൊണ്ട് പറ്റാതാവുമ്പോ അത് പോലീസിനെ കൊണ്ട് ജയിപ്പിക്കുകയാണ്. ഈ പറയുന്ന ആളാണ് 24 പാർട്ടിയെ നയിച്ചുകൊണ്ടിരിക്കുന്നയാൾക്ക് എന്തുകൊണ്ട് പാർട്ടി സംഘടനാ രൂപം വെച്ചിട്ട് മാത്രമായി ഇത്തരം ഒരു ആധിപത്യം ചെലുത്താൻ കഴിയില്ല? ഷാജേട്ട, ഇതിലിപ്പോ ഷാജനെതിരെ പോലീസിന്റെ ഈ ഒരു വൃത്തികെട്ട ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഈ ഒരു ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള സമീപനത്തെ എതിർക്കാൻ ഒരു നേതാക്കൾ പോലും ഇതിന്റെ CPM-ന്റെ അകത്തുനിന്ന് ഇല്ല എന്ന് പറയുന്നത് എന്തൊരു കഷ്ടമാണ്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ആളുകൾ മുഴുവൻ തന്നെ ഞാൻ പറഞ്ഞത് അതിനകത്ത് നേതാക്കളില്ല. അതിനകത്ത് ഇയാൾ വെച്ചിരിക്കുന്ന ശിവായിമാരാണ്. അത് സെൻട്രൽ കമ്മിറ്റി ആവട്ടെ, പൊളിബൂർവ് ആവട്ടെ, സെക്രട്ടേറിയറ്റ് മെമ്പർമാരാവട്ടെ, അതെല്ലാം തന്നെ ഇവന്റെ ശിവായികൾ മാത്രമാണ്. ഇവന്റെ ശിവായികളാണ്. ഈ ശിവായിക്കൊന്നും സ്വന്തം ഐഡന്റിറ്റി ഇല്ല മിസ്റ്റർ ഗൗതം. ഐഡന്റിറ്റി ഇല്ല, ഒരു ഐഡന്റിറ്റി ഇല്ല ഇവരൊന്നും. ഇവല്ല ആരാണ് വാസ്തവത്തിൽ? എന്ത് ഐഡന്റിറ്റി ഇവർക്കെല്ലാം ഉള്ളത്? ഒരു ഐഡന്റിറ്റി ഇല്ലാതെ. അതുകൊണ്ടല്ലേ ഇവർ കാറിൽ ആരെയും മൈൻഡ് ചെയ്യാതെ പോകുന്നത്.
ഇല്ലെങ്കിൽ നിങ്ങൾ റോഡിലൂടെ നടന്നു പോകില്ലേ? ബസ്സിൽ കയറി യാത്ര ചെയ്യില്ലേ? ഇല്ലേ? നിങ്ങൾ 40 ലക്ഷത്തിന് മുകളിലോട്ട് വരാവുന്ന കാറിലേ നിങ്ങൾ പോവുള്ളൂ. ഇത് പോകുന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങളിത് മറ്റുള്ളവരിൽ ഞങ്ങൾ ഒരുപാട് ദൂരെയാണ്. ഈ ദൂരെയാണെന്ന് പറയാവുന്ന രാജാവിന്റെ ഭരണമാണ് വാസ്തവത്തിൽ ഇയാൾക്ക് ഇൻസ്റ്റാൾ ചെയ്തത്. മറ്റതെന്തായിരുന്നു അറിയോ? മറ്റത് ജനത്തിന്റെ കൂടെ വിയർപ്പനുഭവിച്ച്, കീറിയ ഷർട്ടിട്ടിട്ട്, കട്ടൻ ചായ കുടിച്ചിട്ട്, കടം പറഞ്ഞിട്ട്, പ്രതിസന്ധിയിൽപ്പെട്ടിട്ട്, പിന്നെ വീട്ടിൽ കൃത്യമായി ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ പൈസ ഇല്ലാതിരുന്നിട്ട് ജീവിച്ചും വളർന്നും ഉണ്ടാക്കിയിരിക്കുന്ന പാർട്ടിയാ. അല്ലാതെ ഇവരെ പോലത്തെ ഇതൊന്നുമില്ലാത്തടത്ത് മറ്റ് ഈ സർവ്വതും ഉണ്ടാക്കിയിരിക്കുന്ന ശതകോടീശ്വരനായി വളർന്നതിന്റെ ചരിത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേത്. അല്ല. അവിടെയാണ് വാസരഥി ചെയ്തത്. സത്യം പറയുന്നവനെ ഭയക്കുന്ന അവിടെയാണത്. സത്യം പറയുന്നവനെ ഭയക്കുകയാണ് അവിടെ. ഈ ഭയത്തിന്റെ ഭാഗമായി വരാവുന്ന ഭീരുത്വമാണ് ഏതോ ഒരു നിയാസ് എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ടാണ് ഈ പറയുന്ന ഷാജൻ സ്കറിയെ അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചത്. അതിപ്പോ എന്തായി തീർന്നു? കോടതിയിലെത്തിയപ്പോ നിഷ്കരണം എടുത്ത് ചാടിയില്ലേ? നമ്മൾ തിരിച്ചാല് ഈ പറയുന്ന അറസ്റ്റ് ചെയ്യാൻ താല്പര്യം കാണിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇവന്റെ മകളെ അറസ്റ്റ് ചെയ്യാൻ എന്താ താല്പര്യം കാണിക്കാത്തത്? ഇയാളെ അറസ്റ്റ് ചെയ്യാൻ താല്പര്യം കാണിക്കാത്തത്? എന്താ കാണിക്കാത്തത്? എവിടെയുണ്ട് ഈ ദർവേഷ് സാഹിബ് എന്ന് പറയുന്ന IG? എവിടെയുണ്ട് ഈ മനോജ് ബർഹാം? എവിടെയുണ്ട് ഇവരല്ലോ? ഇവർക്കൊന്നും ആർക്കും അറിയാത്തതുകൊണ്ടാണോ? എവിടെയുണ്ട് ഈ MR അജിത്കുമാർ? എവിടെയുണ്ട്? ഇവരെല്ലാം തന്നെ എന്താന്ന് പറഞ്ഞാൽ ഇയാളുടെ പിന്നെ എന്താ പറയാ, ഇവയാൾ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവർ മാത്രം. ഇവർ നീതി നിർവഹണത്തിന്റെ ഭാഗമേ അല്ല എന്ന വിമർശം ആരുടെ ഭാഗത്തും ഉണ്ടായാലും ആ പറയുന്നത് ശരിയാണെന്ന് വാദിക്കുന്ന ഒരാളാണ് ഞാൻ. ശരി. ഓക്കെ, വളരെ നന്ദി ഷാജേട്ടാ പ്രതികരിച്ചത്.